ഹലോ മൈഡിയേഴ്സ്, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സിംഗിളായി പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. മൈൻഡ് അത്രമാത്രം ബോൾഡാക്കി വെച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. എന്ത് വന്നാലും അതിനെ നേരിടാനുള്ള ശക്തി, ഭയങ്കരമായ മെൻ്റൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് കുറച്ച് പേരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഫാമിലി ആയിട്ടോ അങ്ങനെയൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ സിംഗിൾ ആണെങ്കിൽ ഭയങ്കര പാടാണ്. അത്രയും പവർ ആയിരിക്കണം നിങ്ങൾ ബോൾഡാക്കി വെച്ചിട്ട് മാത്രമേ ഈ ഫീൽഡിൽ നിൽക്കാവുള്ളൂ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇത്രയും നാളും ഞാൻ ഈ രേണുസുതി എന്ന് പറയുന്ന കുട്ടിയുടെ കാര്യം ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഇനിയൊട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് പറയാനുള്ള കാര്യം, അതിന് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ, അതുമല്ല. ഇപ്പം ഞാൻ ജസ്റ്റ് പറയാനുള്ള കാരണം, ഈ കഴിഞ്ഞ ദിവസം ആ കുട്ടിയുടെ ഒരു ലൈവ് വീഡിയോ കണ്ടിരുന്നു, ആ കുട്ടിയുടെ മകൻ്റെ ലൈവ് വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ വലിച്ചു കീറി ഒട്ടിക്കുന്നത് ഞാൻ നല്ലപോലെ കണ്ടു. അപ്പോൾ ഫസ്റ്റ് പറയാനുള്ള രേണുസുതിയോടാണ്. അപ്പോൾ ഒന്ന് ആദ്യം എല്ലാവരോടായിട്ട് പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് പറയാം. നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിങ്ങനെ സോഷ്യൽ മീഡിയയ്ക്ക് എറിഞ്ഞു കൊടുത്ത് വലിച്ചു കീറാനുള്ളതല്ല. അത് ആദ്യം രേണുസുതിയും സുതിയുടെ മകനും മനസ്സിലാക്കുക. കാര്യം ഇതൊക്കെ കാണുന്നവർ കൈ കൊട്ടി ചിരിക്കത്തേ ഉള്ളൂ. കൂടുതൽ നിങ്ങൾ ഈ സംഭവങ്ങൾ എടുത്ത് കണ്ടൻറ്റാക്കി അവർക്ക് പിന്നെയും എക്സാഗ്രേറ്റ് ചെയ്യാം എന്നല്ലാതെ നിങ്ങൾക്ക് യാതൊരുവിധ ഗുണവും ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾ പിന്നെയും നാണക്കേടിൻ്റെയും ലാസ്റ്റ് നിങ്ങൾ മെൻ്റൽ ഹാരാസ്മെൻറ്റ് നേരിടേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇനി പറയുന്നത് രേണുസുതി, പുള്ളിക്കാരി എന്തായാലും എന്താണോ പുള്ളിക്കാരിയുടെ ജീവിതത്തിലെ ഫ്രീഡം, എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് പുള്ളിക്കാരി ചെയ്യുന്നു. അത് തിരഞ്ഞുപിടിച്ച് ഹരാസ് ചെയ്യേണ്ട യാതൊരു കാര്യവും നമുക്കില്ല. അത് അവരുടെ പേഴ്സണൽ ലൈഫാണ്. അവരെന്ത് ചെയ്യുന്നു, അവരിഷ്ടപ്പെടുന്നു. ഇനി നിങ്ങളടുത്ത് പറയാനുള്ള, നിങ്ങൾ എന്തായാലും സമൂഹത്തിന് കൊള്ളില്ല എന്ന് തോന്നുന്ന കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഡ്രസ്സിങ് രീതിയാണെങ്കിലും അഭിനയിക്കുന്നതാണെങ്കിലും കൊള്ളില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നെഗറ്റീവ് വരും, ഷുവറായിട്ട് നെഗറ്റീവ് വരും. അതൊന്നും ആരും നല്ലതാണെന്ന് പറയത്തില്ല. അപ്പോൾ ആ നെഗറ്റീവിനെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ മൈൻഡ് പ്രാപ്തമായിരിക്കണം. അല്ലാതെ നിങ്ങൾ വന്നെന്ന് കരഞ്ഞിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊന്നും പറഞ്ഞാൽ ആർക്കും അതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നത്തില്ല. നിങ്ങൾ തളർന്നു പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ അങ്ങനെ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സംഭവങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യുക. അവർക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള വിഷയങ്ങൾ ഇട്ട് കൊടുക്കാതിരിക്കുക. അവർക്ക് നെഗറ്റീവ് പറയാനായിട്ട് നിങ്ങൾ പിന്നെ നിന്ന് കൊടുക്കാതിരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളിത് തുടർന്ന് പോവുക. പക്ഷെ നിങ്ങൾ മൈൻഡ് സെറ്റാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. ഇനി മകനോട് പറയാനുള്ളതും എനിക്കിത് തന്നെയാണ്. മകനെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണ്, നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ളതായ പേഴ്സണൽ കാര്യങ്ങൾ ദയവ് ചെയ്ത് ഇനിയാണെങ്കിൽ പോലും നിങ്ങൾ വെറുതെ നാട്ടുകാർക്ക് എറിഞ്ഞു കൊടുക്കരുത്. അവർക്ക് ചിരിക്കാനും അവർക്ക് കണ്ടന്റിനും ഉള്ള കാരണമാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്താ, നിങ്ങൾ കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കൂ. എൻ്റർടൈൻമെൻറ്റും അല്ലെങ്കിൽ നല്ല നല്ല ഉപദേശങ്ങളും നല്ല സന്ദേശങ്ങളും കൊടുക്കും. അല്ലാതെ നമ്മുടെ ലൈഫല്ല എടുത്തിട്ട് കൊടുക്കേണ്ടത്. ഒരിക്കലും അത് കൊടുക്കരുത്. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾ തന്നെ ഇല്ലാതാവും, നിങ്ങളുടെ ജീവിതവും ഇല്ലാതെ. കുട്ടി ലൈവിൽ വന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയാൻ കാര്യം. അപ്പോൾ സുധി എന്ന വ്യക്തി നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കലാകാരനായിരുന്നു, ഒരു കോമഡി കലാകാരനായിരുന്നു. ഇപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കലാകാരനാണ്. അപ്പോൾ ആ കലാകാരൻ എന്ന നിലയ്ക്ക് രേണുവിനെയും അതുപോലെ മകനെയും ഒത്തിരി ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ വെറുതെ എല്ലാവർക്കും ഒരു കോമഡി കഥാപാത്രമായിട്ട് വലിച്ചു കീറി ഒട്ടിക്കാൻ പാകത്തിന് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഇനിയെങ്കിലും ഇട്ട് കൊടുക്കാതിരിക്കുക. ഓക്കെ.